ദേശവ്യാപകമായി ക്രൈസ്തവർക്കെതിരെ ആക്രമണം വർദ്ധിച്ചു വരികയാണെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ വിഷയം ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിരോധമേർപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഒഡീഷയിൽ RSSന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് മഞ്ഞമ്മൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫാദർ ലീനസ് ജോർജ്, ഫാദർ ആന്റണി സിൽവി എന്നിവരെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ പുറത്തുവിട്ടത്. ഒരു വലിയ സംഘം വന്നവരെ രാത്രി അവരുടെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മുഴുവൻ സാധനങ്ങൾ കൊള്ള ചെയ്യുകയും 90 വയസ്സുള്ള വൈദികനെ വരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. അതെ, അദ്ദേഹത്തിൻ്റെ വായ് വലിച്ച് കെട്ടി, ആ കൈകൾ പുറകിൽ കെട്ടി, കാല് കെട്ടിയിട്ടാണ് തൂക്കിയെടുത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചത്. 90 വയസ്സുള്ള ആളെ അത് മുറിയിൽ ഫാദർ ലീനസിനെ മുറിയിൽ പൂട്ടിയിട്ടു. മറ്റൊരു ചെറുപ്പക്കാരനായ അച്ഛൻ, നമ്മുടെ ഗോതുരത്ത് സ്വദേശിയാണ്, ഫാദർ സിൽവി, അദ്ദേഹത്തെ കമത്തിക്കിടത്തിയിട്ട് വടിവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വായി കെട്ടി, കൈ കെട്ടി, കാല് കെട്ടി ഇവരെ രണ്ടുപേരെയും മുഴുവൻ സാധനങ്ങൾ കവർന്നെടുത്തിട്ട് രാത്രി മുറിയിലിട്ട് പൂട്ടി ഇവർ പോയി. ഇവർ 1.5 മണിക്കൂറെടുത്ത് കെട്ടെല്ലാം അഴിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ പറ്റിയില്ല. ഒരു ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള ഒരു പൂജാരിയായ ഒരാളാണ്, അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതിപ്പോൾ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല. മധ്യപ്രദേശിൽ, ഒറീസയിൽ, അതുപോലെ അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ, ഛത്തീസ്ഗഡിൽ 4 സ്ഥലത്തും വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. ഈ ചില കൊള്ള സംഘങ്ങളെ ഗവൺമെൻറ് അനുവദിക്കുകയാണ്. 2 മാസം കൊണ്ട് എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും കൊള്ള ചെയ്യണമെന്ന് പറയുകയാണ്. ഒരാളെ പിടിക്കില്ല. കമ്മീഷൻ അടുത്തൊക്കെ ചെന്ന് ഇവർ പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഒന്നിൽ ബജരംഗ് ദളുകാരെ ആക്രമിക്കും, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ ആക്രമിക്കും, ഇതുവരെങ്കിൽ പോലീസ് ആക്രമിക്കും, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കും. അപ്പം ഞങ്ങളെല്ലാം ഒരുപാട് സ്ഥലത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്രൈസ്തവർക്കെതിരായി രാജ്യവ്യാപകമായ ആക്രമണങ്ങൾ പെരുകുകയാണ്. വ്യാപകമായി ഈ വർഷം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ, ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഇവർക്ക് കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ വിളിച്ചപ്പോൾ, ഒഡീഷയിൽ തന്നെ ഒരു അച്ഛനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളൽ തകർന്നില്ല. ഞാൻ ജബൽപൂരിൽ ബിഷപ്പിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രതിപക്ഷ നേതാവ്, ഇത് എല്ലാ ദിവസവും എന്നതുപോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. എല്ലാ ദിവസവും എന്നതുപോലെ 150 പേര് ടൂറ് പോയതാണ്. 2 കന്യാസ്ത്രീകളുടെ കഴുത്തിൽ ജപമാല ഉണ്ടെന്ന് പറഞ്ഞ് അവർ കൺവേർഷൻ നടത്താൻ, മതപരിവർത്തനം നടത്തിയാണെന്ന് പറഞ്ഞ് അവരെ ആക്രമിച്ചു. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഈ ദേശവ്യാപകമായി ക്രൈസ്തവർക്കെതിരായി വലിയ ആക്രമണങ്ങൾ അയച്ചുവിടുന്ന ആളുകളാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ക്രിസ്മസ് വരുമ്പോൾ, ഈസ്റ്റർ വരുമ്പോൾ വീട്ടിൽ കൊണ്ട് കേക്കുമായിട്ട് ചെല്ലുന്നത്. ഈ കേക്കുമായിട്ട് വരുന്ന ആളുകളെ തിരിച്ചറിയുക എന്നതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇത് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യം എടുത്തിട്ടുണ്ട്. ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും. മധ്യപ്രദേശ്, ഗുജറാത്ത്, ചണ്ഡീഗഡ്, ഒറീസ തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ സ്പോൺസറിൽ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിടുന്നതായി സതീശൻ ആരോപിച്ചു. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയാലും നടപടി ഉണ്ടാകുന്നില്ല എന്ന് സതീശൻ പറഞ്ഞു. കഴിഞ്ഞ മാസം 23-ന് അർദ്ധരാത്രിയിൽ പെൺവേഷമണിഞ്ഞവർ ഉൾപ്പെടെ 7ഓളം വരുന്ന ആക്രമസംഘം പുരോഹിതന്മാർ താമസിച്ചിരുന്ന വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുകയും പുരോഹിതരെ കെട്ടിയിട്ട ശേഷം വീട് കൊള്ളയടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ബഹളം കേട്ട് ഓടിയെത്തിയ സമീപത്തെ പൂജാരിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പ്രതികളെ പിടികൂടാൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല എന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ പറഞ്ഞു. ദേശവ്യാപകമായി ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടത്തുന്നവർ തന്നെ ക്രിസ്തുമസിനെ കേക്കുമായി എത്തുന്നതെന്നും ഇത്തരക്കാരെ തിരിച്ചറിയണമെന്നും സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനൊപ്പം ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം ജമാൽ മണക്കാടൻ, ജോസഫ് ആന്റണി, ലിസി ജോർജ്, മധു പ്രക്കാട്, അബ്ദുറസാഖ്, PM നജീബ്, അയൂബ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.